പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. തന്റെ ജീവിതം അവസാനിപ്പിക്കാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് അപർണിക. പക്ഷേ ഇത് അജാസ് കാണാൻ ഇടയായതിനെ തുടർന്ന് അജാസ് പ്രശ്നത്തിൽ ഇടപെടുകയാണ്. അപർണികയെ തടയുന്നതിനായി അജാസ് മുന്നിലേക്ക് വരികയും എടുത്തുചാടി ഒരു തീരുമാനവും എടുക്കരുത് എന്ന് പറയുകയും ചെയ്യുന്നു. എന്തിനാണ് നീ ഇങ്ങനെയുള്ള മണ്ടത്തരം കാണിക്കുന്നത് എന്ന് ചോദിക്കുന്ന അജാസ് ഇതേ തുടർന്ന് വീടിനുള്ളിലേക്ക് കയറുകയും അപർണികയുടെ കയ്യിൽ നിന്ന് തോക്ക് പിടിച്ച് വാങ്ങിക്കുകയും ചെയ്യുന്നു. ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ ഇനിയും നീ കാണിക്കരുത്. അത് ജീവന് തന്നെ ആപത്താണ്. എന്തു വന്നാലും അത് സോൾവ് ചെയ്യുന്നതിനായി ഞങ്ങളൊക്കെ ഇല്ലേ? വെറുതെ എന്തിനാണ് ആവശ്യമില്ലാതെ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൂടി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നും ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികൾ നേരിടേണ്ടതല്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇനിയും ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ച് മുന്നോട്ട് പോകാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് അപർണിക അറിയിച്ചതിനെ തുടർന്ന് അപർണിക ഒറ്റയ്ക്കല്ല, ഞാൻ കൂടെയുണ്ട് എന്നുള്ള വാഗ്ദാനം നൽകിയിരിക്കുകയാണ് അജാസ്. മാത്രവുമല്ല, നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തത് ഇങ്ങനെ ജീവിതം അവസാനിപ്പിക്കാനാണോ എന്ന് ചോദിക്കുകയാണ് അജാസ്. കിഷോർ എന്ന വലിയൊരു ദുരന്തമാണ് നിന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അതുകൊണ്ട് തന്നെ നീ വളരെയധികം സന്തോഷിക്കുകയാണ് വേണ്ടത്. ഒരിക്കലും നീ ഇങ്ങനെ വിഷമിക്കരുത്. വിഷമിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അതുകൊണ്ടാണ് ഞാൻ കാര്യങ്ങൾ നിന്നോട് വ്യക്തമായി പറയുന്നത്. ദയവായി നീ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇതുപോലുള്ള എടുത്തുചാട്ടങ്ങൾ ഒഴിവാക്കുകയാണ് വേണ്ടത്. അതാണ് നിന്റെ ഭാവിക്ക് നല്ലത്. വെറുതെ ആവശ്യമില്ലാതെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നിനക്ക് തന്നെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക. ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതുവരെ എത്തിയിട്ട് പെട്ടെന്നൊരു ദിവസം അതെല്ലാം തട്ടിത്തെറിപ്പിച്ചു കൊണ്ടുപോകുന്നത് ശരിയാണോ അപർണിക? ഇത് കേൾക്കുന്ന അപർണിക എന്തോ എനിക്ക് വല്ലാത്ത ഒറ്റപ്പെടൽ ഉണ്ടായി. ജീവിതത്തിൽ ഒരു പ്രതീക്ഷയും ഇല്ല എന്ന തോന്നൽ മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നു. എനിക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട് അജാസ് എന്ന് പറഞ്ഞ് കരയുകയാണ്. ഇതോടെ അജാസ് യാതൊരു വിധത്തിലും പേടിക്കേണ്ടതില്ല എന്ന് വ്യക്തമാക്കുകയും കൂടെ ഞാനുണ്ടാകും, ആരില്ലെങ്കിലും ഞാനുണ്ട് നിനക്ക് എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് അപർണികയെ. ഇതേ തുടർന്ന് അപർണിക കെട്ടിപ്പിടിച്ച് കരയുകയാണ് അജാസിനെ. എന്നാൽ ഇതേ സമയം പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് ഗോവിന്ദ്. കുഞ്ഞിൻ്റെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന ഗോവിന്ദ് കുഞ്ഞിൻ്റെ ആരോഗ്യമാണ് പ്രധാനം എന്ന് ഗീതുവിനോട് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഗീതു എന്തായാലും കൂടെ ഗോവിന്ദ് ഉണ്ടാകുന്നതാണ് എൻ്റെ കുഞ്ഞിന് നല്ലത് എന്ന് അറിയിക്കുകയും അതുകൊണ്ട് തന്നെ ഇനി ആ കാര്യം ആലോചിച്ചുകൊണ്ട് യാതൊരു വിധത്തിലും ടെൻഷൻ അടിക്കേണ്ടതില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. ഇതേ തുടർന്ന് കാര്യങ്ങൾ പുതിയൊരു ദിശയിലേക്ക് പോവുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഗോവിന്ദും വിജയലക്ഷ്മിയുമായുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് ഗീതു. ഇതേ തുടർന്ന് ഇരുവരും തമ്മിൽ സംസാരിക്കുന്നതിനായി ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുകയും ചെയ്യുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.